ഹലോ, നമസ്കാരം. മൈഗ്രീൻ ചില്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമുക്ക് നെല്ലിക്കയൊക്കെ നല്ല സുലഭമായി കിട്ടുന്ന സമയമുള്ള. അപ്പൊ ഞാനും കഴിഞ്ഞ ദിവസം പോയപ്പോ കുറച്ച് നെല്ലിക്ക വാങ്ങിച്ചു. നെല്ലിക്കയും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന കുറച്ച് കാന്താരി മുളക്, നല്ല നാടൻ കാന്താരി മുളകും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നെല്ലിക്കയും നല്ല നാടൻ കാന്താരി മുളകും കൂടി ഉപ്പിലിടുന്ന വീഡിയോ ഉണ്ടാകും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഉപ്പിലിട്ട് കഴിക്കാനായിട്ട് പ്രത്യേക ഒരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കൂല, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. അപ്പൊ നമ്മിന്നേ നെല്ലിക്ക ഉപ്പിലിടാൻ പോകുന്നു. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലാ. ഇതാണ് നമ്മുടെ നെല്ലിക്ക, ഇന്നലെ വാങ്ങിച്ച നെല്ലിക്കയാണ്. ഇത് നമ്മ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത വെള്ളക്കാന്താരി, അതുപോലെ തന്നെ പച്ചക്കാന്താരി. ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു തരി വെള്ളമില്ലാത്ത രീതിയിൽ തുടച്ചു വെച്ചേക്കാണ് നെല്ലിക്കയും അതുപോലെ തന്നെ കാന്താരിയും. നമുക്കിനി ഉപ്പിലിടാനുള്ള വെള്ളം നമുക്ക് ഗ്യാസിൽ വെക്കാം. അപ്പൊ നമ്മ ഇത് ഗ്യാസിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്ക മുങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ള വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമ്മ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും. ഞാൻ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് നന്നായിട്ട് ഇടണം, എന്നാലാണ് നമ്മുടെ നെല്ലിക്കയിലൊക്കെ ഉപ്പ് പിടിക്കുള്ളൂ. നമ്മൾ ഇട്ടേക്കണത് മറ്റേ കല്ലുപ്പാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ടേ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നമ്മ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെള്ളം പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിന് ചൂടാറിയതിനു ശേഷം ഉണ്ട് നമ്മ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. വെള്ളം നന്നായിട്ട് ചൂടാറിയതിനു ശേഷം നമ്മ ഇത് നെല്ലിക്കയിലേക്ക് ഈ വെള്ളം ഒഴിക്കുന്നത്. അതാണ്, അല്ലെങ്കിൽ നമ്മുടെ നെല്ലിക്ക ചൂടേപ്പാടി ആണ് നമ്മുടെ നെല്ലിക്കയിലേക്ക് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്കൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കൊക്കെ ഒരു കടിക്കുന്നേക്ക് ഒരു ഫീല് കിട്ടിയാലാണ് നമ്മ ഉപ്പിലിട്ടതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്കിത് നന്നായിട്ട് ചൂടാറുന്നവരെ വെള്ളം കൂടി ഇരിക്കട്ടെ. നമ്മുടെ അതുവരെ നെല്ലിക്കൊക്കെ ഉപ്പ് പെട്ടെന്ന് പിടിക്കാനായിട്ടില്ലേ, നെല്ലിക്കൊക്കെ ഇതോട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്കയിലേക്കൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. ഒന്നോ രണ്ടോ സ്ഥലത്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്കയൊക്കെ അതുകൊണ്ട് എല്ലാ നെല്ലിക്കയിലും നമുക്ക് വരഞ്ഞു കൊടുക്കാം. അതുപോലെ നമ്മുടെ മറ്റേ വെള്ളക്കാന്താരി ഇതോട്ട് ഒന്ന് പച്ചമുളക് വട്ടം പൊളിച്ചു കൊടുക്കുക. നമ്മുടെ ഈ മുളകിന്റെ എരിവൊക്കെ നമ്മുടെ ഉപ്പിലിട്ടയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വെള്ളക്കാന്താരിയും ഒന്ന് വട്ടം പൊളിച്ചു കൊടുക്കുക. ഉപ്പിലിടാനുള്ള ഉപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ വെള്ളക്കാന്താരി കൂടെ ഇല്ലേ, അത് ആദ്യം അടിയിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെല്ലിക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആ പച്ചക്കാന്താരി നമുക്ക് ഇതിന്റെ മുകളിലേക്കും കൂടി ഇട്ട് കൊടുക്കുക. പക്ഷേ ചൂടാറാൻ വെച്ച ഉപ്പിട്ട വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിയിൽ കിടക്കുന്ന അഴുക്കും നമുക്ക് ഒഴിക്കണം, ചെളി മാത്രം നമുക്ക് ഇതിലേക്ക് നമ്മുടെ നെല്ലിക്ക മുങ്ങത്തക്ക രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെല്ലിക്ക മുങ്ങാവുന്ന രീതിയിൽ നമ്മ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ നെല്ലിക്കൊക്കെ ഒരു പുളിരസം കിട്ടാനായിട്ട് നമ്മ ഈ ഒരു ഗ്ലാസ് വിനാഗിരി എടുത്തിട്ടാ. വിനാഗിരി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുളകിനും നെല്ലിക്കൊക്കെ നല്ല പുളിയും കിട്ടാനായിട്ട് നമ്മുടെ വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ നമ്മുടെ നെല്ലിക്കയും നാടൻ കാന്താരിയും കൂടി ഉപ്പിലിട്ടതാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് 2 ദിവസം ഇരുന്നിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ
ഉപ്പും പുളിയൊക്കെ നമ്മുടെ നെല്ലിക്കയിൽ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മുടെ നാടൻ കാന്താരി നെല്ലിക്കയും കൂടി ഉപ്പിലിട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.